കോൺഗ്രസ് സ്ഥാപിതമായിട്ട് ഇന്നേക്ക് 140 വർഷം. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തി. ശശി തരൂർ, ദിഗ്വിജയ് സിംഗ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാപക ദിനം വിപുലമായി ആഘോഷിക്കാൻ PCCകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധവും ഉയർത്തും. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ മോദി സർക്കാർ ജനജീവിതം ദുസ്സഹമാക്കി മാറ്റിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. ഒരു വർഷം കൂടി പ്രായം കൂടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖത. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തവണ ആഘോഷത്തിൻ്റെ സമയമല്ല, പ്രതിഷേധിക്കാനുള്ള സമയമാണ്. പുതിയ സമരമാർഗം കണ്ടെത്തേണ്ട സമയമാണ്. കാരണം ഇന്ത്യ എന്നുള്ള ആശയം പടിപടിയായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ മതേതരവാദികൾ ഒന്നടങ്കം സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ പോലെ വിശാലമായ ഒരു സമരമുന്നണി ഉണ്ടാക്കി ഈ ആവൽക്കരമായ നീക്കത്തിനെതിരെ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. और लोकतंत्र दोनों खतरे में है. कांग्रेस को रचनात्मक कामों से जोड़ा. कांग्रेस की सोच हमेशा बड़ी थी, लेकिन पिछले 11 वर्षों में मोदी सरकार ने कांग्रेस द्वारा बनाए गए संस्थानों को कमजोर किया जा रहा है. राष्ट्रीय संपदा के साथ जल, जंगल और जमीन खतरे में आज आई है. RSS, बीजेपी के नेताओं ने देश का संविधान, तिरंगा झंडा, अशोक चक्र और वंदे मातरम तक को नहीं स्वीकार किया. पिछले 11 सालों में बीजेपी सरकार ने चंद पूंजीपति को फायदा पहुंचाने के लिए कई कानूनों को बदला. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, കോൺഗ്രസിന്റെ സ്ഥാപക ദിനം 140ാം സ്ഥാപക ദിനം വളരെ വിപുലമായ രീതിയിലാണോ ആഘോഷിച്ചത്? എല്ലാ മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നോ ചടങ്ങിൽ? ദിവ്യ, എല്ലാ നേതാക്കളും ഈ ചടങ്ങിലുണ്ടായിരുന്നു. 1885 എഒ ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 140 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. എന്തായാലും സ്ഥാപക ദിനത്തിൽ ഇന്ദിരാഭവനിൽ വളരെ വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് നടന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ എത്തിയിരുന്ന പ്രവർത്തകരെ അഭിസംബോധന സംസാരിച്ചു. പ്രത്യേകിച്ച് രാജ്യത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ വികസനങ്ങളുടെ പിന്നിൽ, പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത്തരത്തിൽ ഇന്ത്യയുടെ വികസനത്തിന് വികസനോത്മകമായിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷേ ഇന്ന് ഇന്ത്യ വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ്. ജനാധിപത്യ ധ്വംസനത്തിന്റെ വെല്ലുവിളികൾ നേരിടുകയാണ്. കഴിഞ്ഞ 11 വർഷം നീണ്ട BJP സർക്കാരിന്റെ ഭരണത്തിൽ വലിയ തോതിൽ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ പിന്മുറക്കാരെ, അല്ലെങ്കിൽ ഗാന്ധിജി നയിച്ച അതേ പാത പിന്തുടർന്നുകൊണ്ട് മുൻപോട്ട് പോകുമെന്നാണ് അദ്ദേഹം അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. എന്തായാലും രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന RSSനെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ RSS രാജ്യത്തെ ജനങ്ങൾക്ക് ജനാധിപത്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ നടപടികൾക്കെതിരെയും ശബ്ദിക്കാൻ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ശക്തമായ വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം BJPയും RSSുമാണ്. അവരെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിൽ രാജ്യത്തെ എല്ലാ മതന്യൂനപക്ഷങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ എതിരായിട്ടല്ല, ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ മതേതര വിശ്വാസികളെയും വിശ്വാസത്തെ മാനിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അതിൽ അടിയുറച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ശരി, 140ാം സ്ഥാപക ദിനം ആഘോഷിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.